So next topic is plagiarism. Plagiarism is an act of stealing others' material as one's own. സോ നമ്മളൊരു അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യുമ്പോൾ, ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു തീസിസോ റിസർച്ച് വർക്കോ ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പം, ഇഫ് യു ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് എ സ്റ്റീലിംഗ്, ഇഫ് യു ആർ ഇവിടെ സ്റ്റീലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഉള്ളവരുടെ ആശയങ്ങളോ അല്ലെങ്കിൽ അവർ എഴുതിയിട്ടുള്ള ഓൾറെഡി എഴുതി പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിലെ വാചകങ്ങളോ ഈവൻ ഐഡിയാസോ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സ്റ്റീലിംഗ് ആണ്. അപ്പം അക്കാഡമിക് റൈറ്റിംഗിലെ ഒരു കളവ് അല്ലെങ്കിൽ സ്റ്റീലിംഗ് എന്ന് പറയുന്നത് So next term is plagiarism. So plagiarism is an act of stealing others' material as one's own. അക്കാഡമിക് റൈറ്റിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റിസർച്ച് വർക്ക് നമ്മൾ നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുമ്പോഴോ ഒക്കെ ഇഫ് യു ആർ സ്റ്റീലിംഗ് അതേഴ്സ് ഐഡിയാസ് ഓർ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്ക്സോ അവരുടെ വേർഡിങ്സോ ഒക്കെ അതുപോലെ തന്നെ അവരെ അക്നോളജ് ചെയ്യാതെ നമ്മൾ if you are writing it as your own, that is called as plagiarism. So it is an unethical act, a serious offense, and is treated as a breach of academic integrity. Academic integrity il varuna breach means oru vidavu അല്ലെങ്കിൽ ഒരു വളരെ മോശം പ്രവൃത്തിയായിട്ടാണ്, ഒരു സീരിയസ് ഒഫൻസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു പ്ലേജറിസത്തിനെ കൺസിഡർ ചെയ്യുന്നത്. So in academic writing, plagiarizing involves using words, ideas, or information from a source without including a proper citation. So you can talk about others' research, where already ചെയ്തു വെച്ചിരിക്കുന്ന റിസർച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുള്ള ഒരു വർക്കിൽ നിന്ന് നിങ്ങൾക്ക് കോട്ട് ചെയ്തൊക്കെ പറയാം, ബട്ട് യു ഷുഡ് അക്നോളജ് ദാറ്റ് ആൻഡ് യു ഷുഡ് ഷോ ദി സോഴ്സ്. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളിന്റെ ലാസ്റ്റ് യു ആർ സപ്പോസ് ടു ആഡ് ഏരിയ ലൈക്ക് ബിബ്ലിയോഗ്രഫി എന്നോ അല്ലെങ്കിൽ വർക്ക് സൈറ്റഡ് എന്നോ പറഞ്ഞ് ഇന്ന വർക്കിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത് എന്നും, അതേപോലെ തന്നെ ആർട്ടിക്കിളിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എവിടെയാണോ അത് കോട്ട് ചെയ്യുന്നത്, ആ കോട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഇന്ന പേജിൽ നിന്ന് ആണ് അല്ലെങ്കിൽ ഇന്ന റൈറ്ററിന്റെ ഇന്ന വർക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ യു ആർ സപ്പോസ് ടു സൈറ്റ് ദ. Okay, so using quotation marks and providing or acknowledging the source is a way to avoid plagiarism. So plagiarism ഒഴിവാക്കുക എന്ന് പറയാൻ നമുക്ക് നമ്മൾ ഏത് സോഴ്സിൽ നിന്നാണോ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് അത് അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് വേസ്. Okay, suppose if you are talking or writing a sentence from a play like Hamlet, which is written by Shakespeare, you're supposed to show that this is taken from this act, this play, and this act, this scene, etc. So that is what is called as plagiarism. And the other term is honor code. ഓണർ കോഡ് നിങ്ങൾ ഡിഗ്രിക്കൊക്കെ ചേരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് writer of an academic paper is expected to adhere to certain basic ethics and they have to conduct themselves in a responsible manner. ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതുന്ന ആളാണെങ്കിലും ഒരു അക്കാഡമീഷ്യൻ ആണെങ്കിലും ഒരു സ്കോളർ ആണെങ്കിൽ അയാൾ പാലിച്ചിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള എത്തിക്സ് ഉണ്ട്, പോളിസീസ് ഉണ്ട്, അല്ലെ? അപ്പൊ പല യൂണിവേഴ്സിറ്റികളും പല കോളേജും കുട്ടികൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അവരെ കൊണ്ടൊരു പേപ്പറിൽ സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടാവും. ഈ കോളേജിന്റെ നിയമവശങ്ങൾ ഇതൊക്കെയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, ഇതിന് വിരുദ്ധമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള തുടർന്നുള്ള നടപടികൾ എടുക്കാൻ അല്ലെങ്കിൽ അത് നിങ്ങൾ ബാധ്യസ്ഥനാണ്, നടപടികൾ ഫേസ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾ ഇതേപോലെ പേരും നിങ്ങളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? കോളേജിന്റെ റൂൾസ് ഇതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് നിങ്ങളും നിങ്ങളുടെ പാരന്റ് സൈൻ ചെയ്തിട്ടുണ്ടാവും അതില്, റൈറ്റ്? ദാറ്റ് ഈസ് കോൾഡ് ആസ് ഓണർ കോഡ്. അതിനെ ഓണർ കോഡ് എന്നാണ് പറയുക. പല ഫോറിൻ യൂണിവേഴ്സിറ്റിയിലും വിളിക്കുന്ന പേരാണ് ഓണർ കോഡ് എന്നുള്ളത്. സോ സം യൂണിവേഴ്സിറ്റീസ് മേക്ക് ഇറ്റ് മാൻഡേറ്ററി, അത് വളരെ നിർബന്ധമാണ് അങ്ങനെ സൈൻ ചെയ്ത് വാങ്ങണം എന്നുള്ളത്. Mandatory for all students to sign an agreement. അതൊരു എഗ്രിമെന്റ് ആണ് called honor code at the time of enrolling for academic programs.
So എന്താണ് ഓണർ കോഡ്? Honor code is a pledge taken by students to the effect that they will uphold academic integrity and ethical behavior and will not engage in any kind of cheating, stealing and misrepresentation. നിങ്ങൾ ഒരു തരത്തിലുള്ള മോശമായ പ്രവൃത്തികളിലോ ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ബിഹേവിയറോ അല്ലെങ്കിൽ കളവുകളോ കള്ളത്തരങ്ങളോ ഒന്നും കാണിക്കില്ല. ഇനി അഥവാ കാണിച്ചാൽ തന്നെ അതിന് ഉതകുന്ന തരത്തിലുള്ള നിയമ നടപടികൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്ലെഡ്ജ് ആണ് ഓണർ കോഡ് എന്ന് പറയുന്നത്. Is it clear? So നമ്മളിപ്പോ പറഞ്ഞ ഈ ടോപ്പിക്സ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ഓണർ കോഡ്, വാട്ട് ഈസ് പ്ലെജറിസം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ peer review ആൻഡ് ബ്ലൈൻഡ് peer review, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് നോൺ അക്കാഡമിക് റൈറ്റിംഗ് എന്നുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് കാണാറുണ്ട് കേട്ടോ. ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. Is it clear? Can I move to the next slide? Yes, ma'am. Yes, ma'am. Okay. So with this, നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇത്രയാണുള്ളത്. We are moving to the second unit. So this is your second unit, genres and types of academic writing. Genre and types. Genres എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ്, വിവിധ തരത്തിലുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Genres and types of academic writing. So genres in academic writing include ഏതൊക്കെ തരത്തിലുള്ള എഴുത്തിനെയാണ് നമ്മൾ അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്? ഒന്ന്, നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്ന എസ്സേസ് അല്ലെ? എസ്സേ എഴുതാറില്ലേ? പരീക്ഷയ്ക്കൊക്കെ നമ്മൾ എസ്സേ എഴുതില്ലേ? അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതില്ലേ? 2-3 പേജൊക്കെ ഉള്ള അസൈൻമെന്റുകൾ എഴുതില്ലേ? റിസർച്ച് പേപ്പേഴ്സ്, ബുക്ക് റിവ്യൂസ്, പുതിയൊരു ബുക്ക് ഇറങ്ങിയതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ റിവ്യൂ നിങ്ങൾ എഴുതുന്നത് അക്കാഡമിക് റൈറ്റിംഗ് ആണ്. ടെക്സ്റ്റൽ അനാലിസിസ്, ഏതെങ്കിലും ടെക്സ്റ്റുകളെ നമ്മൾ അനലൈസ് ചെയ്യുക, നമ്മുടെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ അത്. ലിറ്ററേച്ചർ റിവ്യൂസ്, പ്രൊജക്ട് റിപ്പോർട്ട്, അതുപോലെ പ്രപ്പോസൽസ്. ഇവിടെ പ്രപ്പോസൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയന്റിഫിക് പ്രപ്പോസൽസ് ആണ്. അതായത് നമുക്ക് ഫണ്ടഡ് ആയിട്ടുള്ള പ്രപ്പോസൽസ് ഒക്കെ വരും, ഫണ്ടഡ് ആയിട്ടുള്ള റിസർച്ച് വർക്കുകൾ വരും. പുറമേ ഉള്ള ഏജൻസികൾ നമുക്ക് ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഫണ്ട് തരും. ഫോറിൻ യൂണിവേഴ്സിറ്റികളും പല ഏജൻസികളും ഒരുപാട് ഫണ്ട് തരുന്നുണ്ട്, പ്രത്യേകിച്ച് സയൻസ് റിലേറ്റഡ് പ്രൊജക്റ്റുകൾക്കൊക്കെ. അപ്പം ICSSR പോലെയുള്ള സംഭവങ്ങളൊക്കെ സയൻസ് പ്രൊജക്ട്സുകൾക്കൊക്കെ ഫണ്ട് തരുന്ന ഒരു ഏജൻസിയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിൽ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇന്ന റിസർച്ച് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതാണ് എന്റെ ഹൈപ്പോത്തസിസ് എന്നൊക്കെ പറഞ്ഞ് എന്തിലാണ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് ഒരു പ്രപ്പോസൽ ഏത് ഏജൻസിയാണോ നമുക്ക് പൈസ തരാം എന്നുള്ളത് നിൽക്കുന്നത് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കണം. ആ പ്രപ്പോസൽ അവരെ നോക്കി വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ, റിസർച്ച് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ ദേ വിൽ അപ്രൂവ് ദാറ്റ് പ്രപ്പോസൽ. അങ്ങനെ അവർ പ്രപ്പോസൽ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫണ്ട് ചെയ്തിട്ട് ആ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് റിസർച്ച് നടത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് പ്രപ്പോസൽസ് എഴുതുക. അക്കാഡമിക് റൈറ്റിംഗിൽ പ്രപ്പോസൽസ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഡെസർട്ടേഷൻ ആൻഡ് തീസിസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. PG നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ, അതുപോലെ ഡിഗ്രി ഒക്കെ ലാസ്റ്റ് ഇയറിൽ ഫൈനൽ ഇയറിൽ നിങ്ങളൊരു ഡെസർട്ടേഷൻ ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. ഡിഗ്രി ലെവലിൽ നമ്മൾ അതിനെ പ്രൊജക്ട് എന്ന് പറയും, PG ലെവലിൽ നമ്മളതിനെ അങ്ങനെ നിങ്ങൾ എഴുതുന്നതിനെ ഡെസർട്ടേഷൻ എന്നാണ് നമ്മൾ ഇന്ത്യയിൽ വിളിക്കുന്നത്. PG കഴിഞ്ഞിട്ട് നിങ്ങൾ റിസർച്ച് MPhil PhD ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന റിസർച്ച് കഴിഞ്ഞ് നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതുന്ന ആ ഒരു വർക്കിനെ നമ്മൾ തീസിസ് എന്നാണ് പറയുക. എല്ലാം ഫോർമാറ്റുകൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പ്രൊജക്ട് ആണെങ്കിലും ഡെസർട്ടേഷൻ ആണെങ്കിലും തീസിസ് ആണെങ്കിലും എഴുത്തിന്റെ രീതികളും ഇൻട്രൊഡക്ടറി പാരഗ്രാഫുകളും ഫോർമാറ്റുകളും ഒക്കെ സബ്ജക്ട് വൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ബട്ട് ദ നമ്പർ ഓഫ് പേജസ്
പേജ് നമ്പർ ഡിഫറെന്റ് ആണ്. അപ്പൊ പ്രൊജക്ട് നിങ്ങൾ ഡിഗ്രിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു 30 പേജൊക്കെയാണ് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അവരെ എഴുതി വെപ്പിക്കുക. ഡെസേർട്ടേഷൻ നമ്മൾ PG ആകുമ്പോഴത്തേക്ക് അതൊരു 80 മുതൽ 100 പേജ് വരെ ഉള്ളൊരു മിനിമം 80 പേജെങ്കിലും വേണം ഒരു ഡെസേർട്ടേഷന്. പിന്നെ MPhilഉം PhD ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് 150 മുതൽ 250, 300 പേജുകളൊക്കെ ആയി മാറും. അപ്പൊ ആ ഒരു ലെങ്ത് ഓഫ് റൈറ്റിംഗ് ഇസ് ഡിഫറെന്റ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കേസ് സ്റ്റഡി. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് essays. എസ്സേ വളരെ ഫെമിലിയർ ആണ് അല്ലെ, നമുക്ക് വളരെ നമ്മൾ എന്താ പറയാ കുറെ കാലമായിട്ട് എഴുതുന്ന ഒരു സംഭവമാണ് ഈ എസ്സേ എന്ന് പറയുന്നത്. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് വി ആർ നോട്ട് ആക്ച്വലി അവെയർ അബൌട്ട് ഹൗ ആൻ എസ്സേ ഷുഡ് ബി. ഒരു എസ്സേ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ എഴുതണം, ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം എഴുതുക എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളൊന്നും ചെയ്യാത്തൊരു കാര്യമാണ്. ക്വസ്റ്റ്യനിൽ വാട്ടാണെങ്കിലും വെന്നാണെങ്കിലും ഹൗ ആണെങ്കിലും ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ പകർത്തുക എന്നുള്ളതാണ് നമുക്ക് എസ്സേ അല്ലെ. ബട്ട് ആക്ച്വലി an അക്കാഡമിക് എസ്സേ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിഫറെന്റ് മീൻസ് അത് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത് വളരെ എന്താ പറയാ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റിൽ രീതിയിലാണ് നമ്മൾ അത് എഴുതേണ്ടത്. So an academic essay is written to answer a question or to defend an argument or opinion on a topic supporting evidence. അപ്പൊ ഒരു അക്കാഡമിക് എസ്സേ എന്ന് പറയുന്നത് നമ്മളൊരു ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഉത്തരം എഴുതുക, അല്ലെങ്കിൽ ഒരു പോയിന്റിനെ ഡിഫെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യുക, ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഫലിപ്പിക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് നമ്മളൊരു അക്കാഡമിക് എസ്സേ എഴുതുന്നത്. ആൻഡ് ദർ ഷുഡ് ബി സപ്പോർട്ടിംഗ് എവിഡൻസ് ടു. സോ മോസ്റ്റ് അക്കാഡമീസ് യൂസ് എസ്സേസ് ടു അസസ് സ്റ്റുഡൻസ് പ്രോഗ്രസ്. നിങ്ങളുടെ ഒരു സ്റ്റുഡന്റ് പ്രോഗ്രസ് തിരിച്ചറിയാൻ എസ്സേകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഒരു കുട്ടി എഴുതുന്ന എസ്സേയും അത് തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ആ കുട്ടി അതേ സബ്ജക്റ്റിനെ കുറിച്ച് ചിലപ്പോൾ എസ്സേ എഴുതുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ചിന്തയിലും എഴുത്തിന്റെ ശൈലിയിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു അസസ് സ്റ്റുഡൻസ് പ്രോഗ്രസ്. An academic essay is written to answer a question or to defend an argument. Okay, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ് ആ ഒരു സെന്റൻസ്. സോ ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് എന്ന് പറയും. ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു അക്കാഡമിക് എസ്സേയിൽ. ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ക്വസ്റ്റ്യൻ വേർഡ്സ്. നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിനൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഡിഫൈൻ, ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ, ഇലോബറേറ്റ് ഓൺ ദ ടോപ്പിക്, അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഉപയോഗിച്ചിട്ടുണ്ടാവുക അല്ലെ. ഈ ഓരോ വാക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആക്ച്വലി. അതായത് ക്വസ്റ്റ്യനിലുള്ള ആ വാക്കുകൾ. എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും അത് എസ്സേ എഴുതുന്നതിന്റെ രീതി മാറും. ഇല്ലുസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ, അതിന് നമ്മൾ എന്താണ് പറയുന്നത് അതിനനുസരിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് പറയുമ്പോഴാണ് അത് ഇല്ലുസ്ട്രേഷൻ ആവുന്നത്. അപ്പോ ജസ്റ്റിഫൈ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു സംഭവം തന്നിട്ട് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഉത്തരം അവിടെ പറയാം, ശരിയാണോ തെറ്റാണോ എന്റെ കാഴ്ചപ്പാടുകൾ അവിടെ പറയാം. പക്ഷെ അത് ഞാൻ ന്യായീകരിച്ച് അതിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവിടെ പറയണം. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ വരുന്ന ഓരോ വാക്കുകളും ഈ ഇൻസ്ട്രക്ഷണൽ വേർഡ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത് എസ്സേ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മളൊരു എസ്സേ എഴുതുകയാണെങ്കിൽ basically there are 3 types of paragraph which are used for essays. What are the 3 types of paragraph? Of course you are familiar with all these. Introductory paragraph അല്ലെങ്കിൽ introduction എന്ന് പറയും അല്ലെ. ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് കഴിഞ്ഞിട്ട് നമ്മൾ ആ എസ്സേ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോഴാണ് അതിൽ വരുന്ന പാരഗ്രാഫുകളെയാണ് we call it as body paragraphs. And then comes last നമ്മൾ പറഞ്ഞതെല്ലാം കൺക്ലൂഡ് ചെയ്ത് പറയുമ്പോൾ ആ പാരഗ്രാഫിനെയാണ് കൺക്ലൂഡിംഗ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. So what are the 3 types of paragraphs for essays എന്ന് ചോദിച്ചാൽ it is introductory paragraph, body paragraph and concluding paragraph. ഇനി സ്ട്രക്ചർ ഓഫ് എസ്സേ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് അല്ലെ. സോ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഈസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് യുവർ എസ്സേ. നിങ്ങൾ ക്ലാസ്സിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്താ പറയാ കോഴ്സ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അനുസരിച്ചിട്ട് ഒക്കെ എത്ര പാരഗ്രാഫോ ആയിരിക്കണം ഒരു എസ്സേ എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര ലെങ്തി ആയിരിക്കണം നിങ്ങളുടെ എസ്സേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ ബേസിക്കലി ഒരു 5 പാരഗ്രാഫ് എസ്സേ, ഇപ്പൊ സാധാരണ ഒരു
10 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 5 പാരഗ്രാഫ് എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നതെന്ന് വിചാരിക്കും. 5 പാരഗ്രാഫ് എസ്സേ ആണെങ്കിൽ അതിൽ ആദ്യത്തെ പാരഗ്രാഫ് ബോഡി പാരഗ്രാഫ് എന്നാണ്, ആദ്യത്തെ പാരഗ്രാഫ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്നാണ് നമ്മൾ അതിനെ പറയാം. സോ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എയിംസ് അറ്റ് ഗ്രാബിംഗ് ദ അറ്റൻഷൻ ഓഫ് യുവർ റീഡർ ആൻഡ് മേക്സ് എ ഫ്യൂ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, മെയിൻ ഐഡിയാസ് ആൻഡ് ഔട്ട്ലൈൻ ഓഫ് യുവർ എസ്സേ. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ നിങ്ങൾ എന്തിനെ കുറിച്ച് പറയാൻ പോകുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വേണം. നിങ്ങൾ പറയാൻ പോകുന്നതിന്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ പറയാം. ഇനി എന്തൊക്കെ പറയാൻ പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ചെറിയൊരു ക്ലൂവും നമുക്ക് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ കൊടുക്കാം. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ ഒരു അക്കാഡമിക് ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുക. Thesis statement is nothing else. It is just the main idea or point of the essay. നിങ്ങൾ ആ എസ്സേയിൽ എന്തിനെ കുറിച്ച് പറയാൻ പോകുന്നു എന്നുള്ളത്, നിങ്ങളുടെ മെയിൻ ഐഡിയ എന്താണ്, നിങ്ങൾ കൺവേ ചെയ്യാൻ പോകുന്ന മെസ്സേജ്, അതിനെ കുറിച്ച് പറയുന്ന സെന്റൻസിനെയാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒറ്റ സെന്റൻസിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല, 2 or 3 സെന്റൻസിലൊക്കെ എഴുതാം. ബേസിക്കലി അതൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ് തീസിസ് സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. അതായത് തീസിസ് സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ്. പിന്നീട് നമ്മൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു, പിന്നെ നമ്മൾ ഇനി പറയാൻ പോകുന്ന എസ്സേയെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് പറയുന്ന പാരഗ്രാഫുകളെയാണ് നമ്മൾ ബോഡി പാരഗ്രാഫ്സ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോ ഇഫ് ഐ എം ആസ്കിങ് യു ടു റൈറ്റ് അബൌട്ട് പൊല്യൂഷൻ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് എസ്സേ എഴുതാൻ പറയുകയാണ്. അപ്പൊ നിങ്ങൾ പൊല്യൂഷൻ എന്താണെന്നുള്ളതും പൊല്യൂഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഭൂമിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏതൊക്കെ തരം പൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതും പറയുമ്പോൾ അതെന്താണ്, ഫസ്റ്റ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ എസ്സേ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പോവാണ്. വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എഴുതില്ലേ, ദാറ്റ് ഈസ് ബോഡി പാരഗ്രാഫ്. അപ്പൊ ഓരോ ബോഡി പാരഗ്രാഫും ഒരു മെയിൻ പാരഗ്രാഫ് തന്നെയാണ്. ആൻഡ് ഈച്ച് ബോഡി പാരഗ്രാഫ് കണ്ടെയ്ൻസ് എ സിംഗിൾ ഐഡിയ. അങ്ങനെയായിരിക്കണം ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത്. ഒരു മെയിൻ, ഇപ്പൊ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പാരഗ്രാഫ് എഴുതുകയാണെങ്കിൽ അതിൽ ഞാൻ എയർ പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പറയേണ്ടത്. അതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേറെയുള്ള പൊല്യൂഷൻസ് പറയാതെ വാട്ട് എവർ ഐ നോ അബൌട്ട് എയർ പൊല്യൂഷൻ എന്നുള്ളതാണ് ഞാൻ ആ പാരഗ്രാഫിൽ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, so each paragraph in an essay work like a link in a chain. ഒരു ചെയിൻ കണക്റ്റഡ് ആണ് എന്ന് പറയുന്നത് പോലെ ഓരോ പാരഗ്രാഫുകളും അടുത്ത പാരഗ്രാഫുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് പോകണം, which contribute to the wholeness of the work. So however, paragraphs are to be written in such a way as to make them stand independent and of the totality of the essay. ഇപ്പൊ ഓരോ ബോഡി പാരഗ്രാഫുകളും കണക്ട് ചെയ്ത് പോകണം എന്ന് പറയുമ്പോഴും ഓരോ പാരഗ്രാഫുകളും വളരെ ഇമ്പോർട്ടന്റ് തന്നെ ആണ് താനും. Concluding paragraph, of course, is the last paragraph of the essay. So you are expected to restate your thesis statement given in the introduction, summarize the points through which you explained your thesis statement in the body paragraphs, and finish your essay with a concluding remark. കൺക്ലൂഷന്റെ ഒരു വലിയ ഫീച്ചർ എന്താന്ന് വെച്ചാൽ, കൺക്ലൂഷനിൽ ഇതുവരെ നിങ്ങൾ പറയാത്ത പുതുതായിട്ടൊരു പോയിന്റ് പറയേണ്ട കാര്യം ഇല്ല. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്നതും അതിനെ തുടർന്ന് നിങ്ങൾ ബോഡി പാരഗ്രാഫുകളിൽ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അതിനെയെല്ലാം ഒന്നുകൂടെ റീസ്റ്റേറ്റ് ചെയ്യുക, റീസ്ട്രക്ചർ ചെയ്യാന്നൊക്കെ പറയും. അതിനെ തന്നെ ഒന്നുകൂടെ പുതുക്കി പണിത് കൺക്ലൂഡ് ചെയ്യുന്നത് പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ് കൺക്ലൂഡിങ് പാരഗ്രാഫ് ആവുന്നത്. അല്ലാതെ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ പുതിയൊരു കാര്യമൊന്നും പറയേണ്ട കാര്യം ഇല്ല. അതുവരെ എന്തൊക്കെ പറഞ്ഞോ അതിനെ ഒന്ന് റീസ്റ്റേറ്റ് ചെയ്യുകയാണ് കൺക്ലൂഡിങ് പാരഗ്രാഫിൽ ചെയ്യേണ്ടത്. ടോപ്പിക് സെന്റൻസ് എന്ന് പറയും. ടോപ്പിക് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ബോഡി പാരഗ്രാഫിൽ പറയേണ്ട കാര്യമായിരുന്നു. ടോപ്പിക് സെന്റൻസ് എക്സ്പ്രസസ് ദ മെയിൻ ഐഡിയ ഓഫ് ഈച്ച് പാരഗ്രാഫ്. ഓരോ പാരഗ്രാഫിൽ ഇപ്പൊ ഞാൻ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ ടോപ്പിക് സെന്റൻസ് ഓഫ് എയർ പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഞാൻ എഴുതുന്നതെങ്കിൽ എയർ പൊല്യൂഷൻ എന്താണെന്ന് പറയുന്ന സെന്റൻസ് ആയിരിക്കും ടോപ്പിക് സെന്റൻസ്. ആ പാരഗ്രാഫിൽ എന്തിനെ കുറിച്ചാണോ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് സ്റ്റേറ്റ് ചെയ്യുന്ന സെന്റൻസിനെയാണ് നമ്മൾ ടോപ്പിക് സെന്റൻസ് എന്ന് പറയുക. അപ്പൊ ഓരോ പാരഗ്രാഫിലും എന്തുണ്ടാവും, ഒരു ടോപ്പിക് സെന്റൻസ് ഉണ്ടാവണം.
തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ മാത്രമാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. So it contains the focus of the paragraph and tells readers what the paragraph is going to be about. Although topic sentence can be located anywhere in a paragraph, in academic cases it is usually located at the beginning of each paragraph. Topic sentence ഒരു പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ തന്നെ ആയിരിക്കണമെന്ന് നിയമമൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ പൊതുവെ ടോപ്പിക് സെന്റൻസ് ഒരു പാരഗ്രാഫിന്റെ ഫസ്റ്റ് ഫ്യൂ സെന്റൻസ്, ആദ്യത്തെ 1-2 സെന്റൻസിന്റെ ഉള്ളിൽ തന്നെ ആ പാരഗ്രാഫിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് പറയാറുണ്ട്. So that is the format of an essay or the structure of an essay. So with this, ഞാൻ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ നമുക്ക് നിർത്താം. We'll continue in the next class. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ you can ask me now. Or else we'll conclude. Clear ആണോ? പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പറയാട്ടോ. സ്പീഡ് കൂടുതലാണ് അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടെൽ മീ. ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. സോ വിൽ കൺക്ലൂഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മിക്കവാറും നാളെ 3:30 ആയിരിക്കും. I will inform you, okay? So thank you.